പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ധ്യാനത്തിന് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നെ, അതായത് നമ്മുടെ ആദ്യത്തെ ദിവ്യബലി അർപ്പിക്കുമ്പോൾ തന്നെ ആ ലേഖനഭാഗം എന്നെ ഏറ്റവും അധികം സ്പർശിച്ചു. അതിപ്രകാരമായിരുന്നു: നിയമാനുസൃതം ഓടുന്നവർക്ക് മാത്രമേ, മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ സമ്മാനം ലഭിക്കുകയുള്ളൂ, കിരീടം ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ട്രാക്ക് തെറ്റിയാണല്ലോ ഓടുന്നത്. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ട്രാക്ക് തെറ്റി പോകുന്നുണ്ട്. ഇപ്പോൾ ട്രാക്ക് തെറ്റിപ്പോയാൽ ഒരിക്കലും നമുക്ക് സമ്മാനം ലഭിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനാ രീതിയും എല്ലാം ഒന്ന് മാറ്റി ശരിക്കും ട്രാക്കിലേക്ക് വരണമെന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. സുവിശേഷത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടു, അച്ഛൻ പ്രത്യേകം പറഞ്ഞു, പന്നിയുടെ സ്വഭാവം അത് ചെളിയിൽ തന്നെ കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്ന് ധൂർത്തപുത്രൻ അതിൽ നിന്ന് കരകയറി പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. പക്ഷേ എന്നാൽ ആ സ്വഭാവം പന്നി കാണിക്കുന്നത് അവിടെ തന്നെ കിടക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലൗകിക ജീവിതത്തിൽ വന്ന പല കുറവുകൾ, ബലഹീനതകളൊക്കെ മാറണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പക്ഷേ ഈ ലൗകിക സുഖം അനുഭവിച്ച് അവിടെ തന്നെ നിൽക്കുവാനുള്ള ഒരു ബലഹീനത നമ്മളിലെപ്പോഴും ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ബോധ്യം വന്നു, അതിൽ നിന്നൊന്ന് മാറേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൗകിക സുഖം അനുഭവിക്കുകയും അത് മാറണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം ലഭിക്കാതെ പോകും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബോധ്യം, അപ്പോൾ അതിൽ നിന്ന് മാറുക എന്നുള്ള ഒരു വലിയ ബോധ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ അത് നമ്മളുടെ ആവശ്യങ്ങൾ മാത്രം ആ തമ്പുരാനോട് പറയുകയും അത് ലഭിക്കാനുള്ളതിന് വേണ്ടി പ്രാർത്ഥിക്കുകയുമായിരുന്നു രീതി. പക്ഷേ ഇപ്പോൾ ഇവിടെ ബ്രദർ പറഞ്ഞപ്പോൾ വളരെയധികം ബോധ്യം വന്നു. പ്രാർത്ഥിക്കേണ്ട രീതി നമ്മളല്ല പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളതിനു വേണ്ടി നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുത്താൽ മാത്രം മതി എന്നുള്ള ബോധ്യം ലഭിച്ചു. എനിക്ക് ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ നല്ല 2-3 ബോധ്യങ്ങൾ ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.